വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിലുള്ള തടസ്സങ്ങൾ, ദോഷങ്ങൾ, തകർച്ചകൾ, മരവിപ്പുകൾ അതെല്ലാം വിടുവിക്കുന്നത് ആരാണ്? ക്രിസ്തുവിനെ അവിടെ സംലഭ്യമാക്കുകയാണ്. അതിലൂടെ അതിനുവേണ്ടി മനുഷ്യൻ ഈ വിശ്വാസത്തെയെല്ലാം അടയാളങ്ങളിലൂടെ പ്രകടിപ്പിക്കും. കാണാത്ത വിശ്വാസത്തെ കാണുന്ന രൂപത്തിലാക്കുകയാണ്. അതാണ് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് ഒപ്പിട്ടത്. എന്താ സംഭവിച്ചെന്നറിയാവോ? പിറ്റേ ദിവസം ചെന്നപ്പോൾ അവർ പറയണേ, നിങ്ങളത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് പേപ്പർ വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ. പ്രൈസലാണ്. അതായത് ഈ റബ്ബറില്ലേ, റബ്ബർ ഉൽപ്പാദനം, ഷീറ്റ് ഉൽപ്പാദനം ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയായിട്ട് ആ ചേച്ചി പറയണേ, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത് കമ്പനിയാക്കണ കാര്യമൊന്നും. പക്ഷെ മാതാവ് എനിക്കത് കമ്പനിയാക്കി തന്നിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വ്യത്യാസം, മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ വിശ്വസിച്ച്, കാണാത്ത വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വിശ്വാസം കാണിക്കാൻ പറ്റുമോ? കാണാൻ പറ്റാത്ത വിശ്വാസത്തെ നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? കാണാത്ത വിശ്വാസത്തെ കാണുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ റീപ്ലേസ്മെൻറ്റ് നടത്തും. ഉള്ളിൽ കാണാതിരിക്കണ വിശ്വാസമല്ലേ. അപ്പോഴേ ഞാനിത് എവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ മനസ്സിലായോ? അതായത് ഒരു രോഗിനെ കൊണ്ടുവരുമല്ലോ, തളർവാദ രോഗിയില്ലേ, അവന് കൈ ഇങ്ങനെ അവനെ ചോദ്യച്ചിട്ടാൻ പോലെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി മരവിച്ചിരിക്കുകയില്ലേ, അവനെ 4 പേര് കൂടി പിടിച്ച് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരത്തില്ലേ? അപ്പോഴ് കർത്താവിൻ്റെ വാതിക്കൽ നിറച്ച ആളുള്ള കാരണം കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്നാ ചെയ്ത് മേൽക്കൂര പൊളിച്ചിട്ട് കട്ടിലോട് കൂടെ താഴേക്ക് ഇറക്കുമ്പോൾ സുവിശേഷം പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അവരുടെ വിശ്വാസം കണ്ട്. ഒന്ന് വായിച്ചത് ശ്രദ്ധിക്കട്ടെ. മർക്കോസ് 2:4-5. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം 5-ാം വാക്യം. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്ന് പറഞ്ഞേ, ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് അവരുടെ വിശ്വാസം കണ്ട്. അപ്പൊ വിശ്വാസത്തെ എന്താ ചെയ്തിരിക്കണത്? കാണാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ജയമോൾ എന്താ ചെയ്തിരിക്കണത്? വിശ്വാസത്തെ കാണാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ അറിയണം. വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വചനം മറന്നു പോകരുത്. അതായത് 1 കൊരിന്ത്യർ 15:27 ദൈവം സമസ്തവും, ഒന്ന് പറഞ്ഞേ, ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ഈ സമസ്തവും എന്ന് പറഞ്ഞ സാധനത്തിന് പഞ്ചായത്ത് ഉണ്ടേ, മനസ്സിലായില്ലേ? പഞ്ചായത്തുണ്ട്, അറബിയുടെ വീടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് വിശ്വാസി മനസ്സിലാക്കണം. എപ്പോഴാണ് വിശ്വാസം മനസ്സിലാക്കണത്? കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്. നിനക്ക് ഭാരമുണ്ടാക്കുന്ന പണ്ട് വിശ്വാസികൾ ഒരു പണി ചെയ്യുമായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് തോറ്റു കഴിഞ്ഞാൽ അതായത് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിടും. ഒരു യഹൂദ പാരമ്പര്യമാണ്. എന്തിനങ്ങനെ ഉപ്പിടണത്? തോറ്റ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും. എന്തിനങ്ങനെ ഉപ്പിടണത്? അത് ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ തോറ്റെടുത്ത് എൻ്റെ ദൈവം വിജയിക്കും. അബിമേലെക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു സംഭവം ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടി യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണത്.
ഉപ്പ് വിതറുക എന്ന് വെച്ചാൽ, നമ്മളെ ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് എവിടെയാണ്, ഇപ്പോൾ ചില പ്രാണികളുണ്ട്, അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറയും. ഇവരുടെ വരുന്നൊരു മിസ്റ്റേക്ക്, ഇവർ വിശ്വാസ പ്രമാണം ഉഴപ്പിയാണ് ചെല്ലണത്. അതാണ് പ്രശ്നം. ഇനി നോക്കി വായിക്കുന്നവർ പത്രം വായിക്കണ പോലെ വായിക്കും, അവരത് വിശ്വസിക്കത്തില്ല. കാര്യം എൻ്റെ ഈ വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഒരു ബ്രോഡ് ഫോമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സംരഭ്യമാക്കുന്ന യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, യേശുവാണ് കർത്താവെന്ന്. പിന്നെന്താണ്, ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ വിശ്വസിച്ചിരിക്കണം. അത് പല ആൾക്കാർക്കും അധരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കണില്ല. അതാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണം. കാര്യം വിശ്വാസ പ്രമാണം ആക്ടിവേഷനിൽ വരണതെല്ലാം ആ ഹൃദയത്തിൽ എന്തുമാത്രം ഏതെല്ലാം കപ്പാസിറ്റി നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നു അതനുസരിച്ച് കൊണ്ട് അതിൻ്റെ റേഞ്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ സുവിശേഷത്തിലുള്ള കാര്യങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങളല്ല. ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജോലി ഇതായത് കൊണ്ടാണ്. 21 ലക്ഷം ആൾക്കാരായി. ഞാൻ 84 തുടങ്ങിയാണ് ആൾക്കാരുടെ കണ്ണുനീര് കേൾക്കാൻ. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പിടികിട്ടാത്ത പ്രശ്നവുമായിട്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പ് വന്ന് നിൽക്കും. കർത്താവ് അതെങ്ങനെ ചെയ്യും, കർത്താവ് ഇതിങ്ങനെ ചെയ്യും, അമ്മ അവരത്രയും കഷ്ടപ്പെടുന്നില്ല, അവരെങ്ങനെ രക്ഷിക്കും. ഇങ്ങനെ എപ്പോഴും മനുഷ്യൻ്റെ സങ്കടവും മനുഷ്യൻ്റെ പിരിഞ്ഞു കണ്ടിച്ച സങ്കടവും വിഷമവും കൊണ്ട് എപ്പോഴും ദൈവദൃശ്യം നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ദൈവം ഓരോരോ വഴികൾ പറഞ്ഞു തരണത്. അതെല്ലാം ആമ മനസ്സിൽ തോന്നിക്കും. പക്ഷേ ഞാൻ എപ്പോഴും നോക്കും സഭയുടെ പഠനങ്ങൾക്കിത് എന്തെങ്കിലും വിരുദ്ധമായിട്ട് ഞാൻ പറയുന്നുണ്ടോ എന്ന്. എനിക്ക് സംശയമുണ്ടെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കാം. കാര്യം സഭയുടെ പഠനങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആർക്കും ഈ സഭയിൽ ആർക്കും സ്വകാര്യ പഠനങ്ങളൊന്നും പറ്റത്തില്ല. കാര്യം സഭയെ ആണ് ദൈവം ബൈബിൾ ഏൽപ്പിച്ചിരിക്കുന്നത്, സഭയെയാണ് ദൈവം ദൈവജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു എളിയ ശുശ്രൂഷകൻ മാത്രമാണ്. പക്ഷേ ജനത്തിൻ്റെ കണ്ണീര് വരുമ്പോൾ ആ കണ്ണീരിൻ്റെ കൈകടത്തുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ ദൈവം തന്ന് അതാത് കാലത്ത് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചെയ്യുമ്പോൾ കർത്താവ് പണ്ടേ പറയുമായിരുന്നത്, നിങ്ങൾ ഹാഫ് മൈൻഡായിട്ട് ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യണം, പൂർണ്ണ മനസ്സോടെ ചെയ്യണം. അതാണ് സംഭവം. അത് ഇപ്പം തുടങ്ങിയല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ പൂർണ്ണ മനസ്സാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ കാര്യം നിങ്ങളറിയണ്ടേ, നിങ്ങളത് ചെയ്യുകയാണെന്ന്. അതിനു വേണ്ടി ഞാൻ വ്യത്യസ്തങ്ങളായ മോഡ് ഓഫ് ആക്ഷൻസും അത് പ്രസൻറ്റേഷനൊക്കെ പറഞ്ഞു തരും. ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയും. കാര്യം ഞാൻ തന്നെ അതായത് ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ വേജബാറ്റ് കേന്ദ്രങ്ങളും ഞാൻ സമരം ചെയ്ത് അടപ്പിച്ചതാണ്. പക്ഷെ ഒരു പാർട്ടി ചെന്നപ്പോൾ ഞാൻ തോറ്റുപോയി. കാര്യം അവരുടെ ചുറ്റും 115 വീട്ടുകാരുണ്ട്, ഈ മനുഷ്യ കവചം പോലെ. അതുകൊണ്ട് സ്വന്തം കുടുംബക്കാരാണ്. അവരാണ് അവിടെ റെയ്ഡ് വരികയുണ്ടെങ്കിൽ പോലീസിനോട് നേരത്തെ അറിയിക്കും. റെയ്ഡ് വരാൻ പോകണമെങ്കിൽ എക്സൈസുകാർ തന്നെ അവരോട് പറയും. അങ്ങനെയെല്ലാം ക്രിസ്തു അതുപോലെ തന്നെ കിമ്പളൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് പോണവരാണ്. പിന്നെ അത്യാവശ്യം ഗുണ്ടായുസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കണത്, ഒരു ജപമാല എടുത്തിട്ട് നേരെ ജപമാല ചൊല്ലി കടലിലോട്ട് നടന്ന്, കടലിൻ്റെ അപ്പുറത്ത് ചെന്ന് വെച്ചാൽ അവിടുന്ന് 2 ജപമാല ചൊല്ലി ഷാപ്പിൻ്റെ നേരെ ചെന്ന്, അവിടുന്ന് 1 ജപമാല ചൊല്ലി രാത്രി 8 മണിയായപ്പോൾ ഷാപ്പിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞാൻ ഒത്തിരി പ്രസംഗമൊന്നും പറഞ്ഞില്ല, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കാര്യം അമ്മയും കൊണ്ടാണ് ഞാൻ ചെല്ലണത്. ഞാൻ പറഞ്ഞു, ചേച്ചി അവിടെ ചേട്ടത്തിയായി നടത്തണത്, അവിടെ പിന്നെ പിന്നിലൊത്തിരി ആൾക്കാരുണ്ട്, ചേച്ചി ഇത് പൂട്ടണം. ഇവിടുന്ന് കുടിക്കുന്ന ആൾക്കാർ, വീട്ടിൽ വന്ന ആൾക്കാർ, ചേട്ടന്മാരൊക്കെ പെങ്ങന്മാരവരെ തല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടക്കണില്ല, പഠിക്കാൻ പറ്റണില്ല. അത് പറയാൻ വേണ്ടി ഈശോ നാമത്തിൽ വന്നോളൂ, ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത്രേ ഇവിടെ സംഭവം. വേറെ സമരങ്ങളൊന്നുമില്ല. സമരം ചെയ്തിരിക്കണം വേറെ അല്ലേ, കർത്താവിലെ യുദ്ധം ചെയ്യണത്.
എന്താ സംഭവിക്കണത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞെന്താ അറിയാവോ? അവരെന്നെ തല്ലാനും കൊല്ലാനൊന്നും വന്നില്ല. വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, അച്ഛാ എനിക്കൊരു 8 ലക്ഷം രൂപ കടമുണ്ട്, അച്ഛൻ ഇപ്പോൾ എണ്ണി വെച്ചോ, ഞാനിപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞു. അവരെന്നോടാ പറഞ്ഞത്. അല്ല എന്നെ തല്ലാനും കൊല്ലാനും വന്നില്ല. ഞാൻ ചേച്ചി 8 പൈസ പോലെ എൻ്റെ ഇല്ല, ഞാൻ പോകണം, ഞാൻ ഈശോ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു, ഞാൻ പോകണമെന്ന് പറഞ്ഞു. എനിക്കത്ര എൻ്റെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. പക്ഷേ 2 മണിയായപ്പോൾ അടി തുടങ്ങി. അടിയും കൊണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് രാത്രി വന്ന് ഇരുമ്പ് പടി ടോർച്ചൊക്കെ ആയിട്ട് മേടയെ വന്ന് ഇടിച്ച് പൊളിച്ച് ചെറിയ കരയുടെ ബഹളം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു എന്താ സംഭവം? അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു. അല്ല അവിടെ അടി തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മനസ്സിലാക്കി എങ്ങോട്ടാണ് പോകണമെന്ന്. ഞാൻ അപ്പോൾ തന്നെ ഇവരെ സേവ് ചെയ്യണമല്ല, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ആരോട് ചെന്ന് അച്ഛൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞ ആൾക്കാരോട് അടിയുണ്ടായത്. ഇവർ അടികൊണ്ടല്ലേ. അവർ ചെയ്യാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് വെളുപ്പിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആ സംഭവം സെറ്റാക്കി. കുർബാനയും കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തി. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ ഓടിക്കൂടി. പിന്നെ ഉടനെ ഇവരെല്ലാവരും അവിടെ ഷാപ്പിൻ്റെ 4 വതിക്ക് ഞാൻ ഉപരോധം ഇട്ട് 42 ദിവസം ഉപരോധം ഇട്ട് സാധനം ക്ലോസ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടരാട്ട സാധനമാണ് ജവമാല. ഞാൻ നിങ്ങളുടെ ജവമാല എന്നൊക്കെ പറയുമ്പോഴേ, ജവമാല റാലി എന്നൊക്കെ പറയുമ്പോൾ വന്ന വഴികളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് കൂടെ വന്ന് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ. ഓരോ പ്രാർത്ഥനകളും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അങ്ങോട്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോട്ട് വിശ്വസിക്കണം. അല്ലാതെ ഒക്കുക ചെയ്തേക്കല്ല, ഒത്തക്കൊള്ള കിട്ടിയ കൂട്ടി ഇങ്ങനെ അഴകുഴമ്പം ചെയ്യുമ്പോഴാണ് പണി കിട്ടണത്. പക്ഷേ ദൈവം അവൻ്റെ വാഗ്ദാനം വിശ്വസ്തനാണ്. അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഏത് നരകത്തിലും വന്നിരിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. രോഗമുള്ളിടത്തേക്ക് കൈകൾ വെക്കുക. അഭിഷിക്തൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ലോകം മുഴുവനും ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയായി നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും പൊൻകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അമ്മേ, മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിയതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം മരുന്നിനെ സുഖപ്പെടുത്താനാവാത്ത രോഗങ്ങളുണ്ടെന്നാണ്. കർത്താവ് എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ നിമിഷങ്ങളിലെല്ലാം കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് വിശ്വാസം നൽകി, അവർക്കങ്ങ് വിശ്വസ്തത നൽകി. കർത്താവേ, നിങ്ങൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണമെന്ന് കൽപ്പിച്ചയച്ചവനെ, അതിൻ്റെ പേരിലാണ് കർത്താവേ ഞങ്ങൾ ഇന്നും നിൻ്റെ കൽപ്പനയുടെ പേരിലാണ് കർത്താവേ ഞങ്ങൾ കൈ ഉയർത്തി രോഗശാന്തി പ്രാർത്ഥന നടത്തുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവെ അബിമേലെക്കുകാരുമുള്ള യുദ്ധത്തിലെ മോസസ് കൈ ഉയർത്തിയപ്പോൾ ജോഷുവയുടെ സൈന്യം വിജയിച്ചതുപോലെ എന്തെല്ലാം നിൻ്റെ തിരുസന്നിധി ഞങ്ങൾ കൈ ഉയർത്തുന്നുവോ അന്നെല്ലാം ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങൾ, പീഡകൾ, എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ, തടസ്സങ്ങൾ യേശു കർത്താവാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് പിശാചുകൾ വിട്ടൊഴിഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനോടെ പരിശുദ്ധമാ പ്രത്യക്ഷപ്പെട്ട ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വിശുദ്ധ മണ്ണിൽ നീ നിൽക്കുകയാണ്. 10,000-കണക്കിന് ആരാധനയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ആരാധന മധ്യ തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന്. ഇന്നും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ നമ്മുടെ കൂടെ സാന്നിധ്യം നൽകുന്നുണ്ട്. എൻ്റെ ദൈവപൈതലേ, നിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണോ ഇവിടെ നീ കേട്ടത്, ഉടമ്പടിയിലൂടെ മനുഷ്യൻ കടന്നു ചെല്ലുന്ന എല്ലാ ദുരന്തമുഖത്തും നിന്നോടുകൂടി ദൈവത്തിൻ്റെ വാഗ്ദാനമായി നിൻ്റെ അമ്മയുണ്ട്. ശ്രുതികട്ടെ. നിൻ
മക്കളെ, നമ്മൾ എന്തെല്ലാം സാക്ഷ്യങ്ങൾ കേട്ടോ. ചെറിയവരുടെയും വലിയവരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. പലതരത്തിലുള്ള കുരുക്കിൽ അകപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ കേട്ടു. നമ്മൾ കേട്ടപ്പോൾ എന്താണ് ദൈവം നമ്മളെ കേൾപ്പിച്ചത്? മക്കളെ, നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിന് എന്ത് നിറമായാലും, കണ്ണിൽ നിന്ന് ചോരയാണ് വരണമെങ്കിൽ കർത്താവ് അത് കാണുന്നുണ്ട്. കർത്താവ് കൈനീട്ടും. നിൻ്റെ വിശ്വാസം കാണാവുന്ന രൂപത്തിലേക്ക് നീ എപ്പോൾ കണ്ണുവെട്ട് ചെയ്യാനാണ് നിന്നെ ഉടമ്പടിയിലൂടെ ദൈവം ക്ഷണിക്കണത്? കാണാവുന്ന വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തെ പരിവർത്തനം ചെയ്യാൻ, തർജ്ജിമ ചെയ്യാൻ ഉടമ്പടിയിലൂടെ ദൈവം ഈ കാലങ്ങളിൽ നമ്മൾ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ. ദൈവത്തിലെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഒരു കോവിഡിൻ്റെ കാലം കഴിയുമ്പോൾ എല്ലാവരുടെയും ചെവിട് പറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർ, വാടകയൊക്കെ ചെയ്തിരുന്നവർ, അത് ചെയ്യാനേ പറ്റിയിട്ടില്ല. പക്ഷേ വാടക പെരുകി, ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടി, കടങ്ങളൊക്കെ ആയിപ്പോയി. ഞാൻ എപ്പോഴും കണ്ണീരോടെ അമ്മയുടെ മുമ്പിൽ നിൽക്കണ ഇതാണ്. കണ്ണീരിൻ്റെ ഒരു കാലം നമ്മൾ കടന്നു പോയെങ്കിലും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത 10,000 അഭിമാനം പണയം വെച്ച് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അമ്മേ, ഈ വിഷയം ആരെല്ലാം ഉന്നയിക്കുന്നുണ്ടോ അവരെല്ലാം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ആശ്രയിച്ചുകൊണ്ടാണ് അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരുണ്ടമ്മേ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായിപ്പോയവരുണ്ടമ്മേ. പല പ്രാവശ്യം OIT-യും IITs ഒക്കെ എഴുതിയിട്ട് ഗതി കിട്ടാതെ വിഷമിച്ച് പണവും തീർന്ന് വീട്ടുകാരുടെ വഴക്കും കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടമ്മേ. ജോലി ഇപ്പം കിട്ടും വിചാരിച്ചിട്ട് വിവാഹം താമസിച്ച് പോയി അവസാനം വിവാഹവുമില്ല, ജോലിയുമില്ലാത്തവരുണ്ടമ്മേ. കടങ്ങളെല്ലാം ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി. എല്ലാം ഭൂമിയിലെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെയും പകുതി മുക്കാൽ ഭൂമിയും ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി. മനുഷ്യൻ്റെ കയ്യിൽ ഭൂമിയില്ലാത്ത ഒരു കാലമാണ്. 1/3 ഭൂമി പോലും മനുഷ്യൻ്റെ കയ്യിൽ, സാധാരണക്കാരുടെ കയ്യിലില്ല. എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളുടെയും മൂലധന ശക്തികളുടെയും കയ്യിലേക്ക് ഭൂമി കൈമാറ്റം മാറുകയും ഭൂമിയില്ലാത്തവരായി നഗ്നരായി നടക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇന്ന് ജീവിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ആപത്തുകൾ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പല ചെറുകിട ജോലികളുമില്ല, വൻകിട ജോലികളുമില്ലാതെ കർത്താവെ, അന്യ നാട്ടുകാർ വരെ കർത്താവെ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ജോലിയില്ലാതെ പട്ടിണിയിരിക്കുന്നവരും പരക്കം പായുന്നവരും, കണ്ണീരോടെ മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവർ, വിവാഹം കഴിച്ച് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, വെച്ച വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വഴക്കിലും കേസിലും അകപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത ദുരന്തങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അമ്മയുടെ മധ്യത്തിൽ അഴിയട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മക്കളെ മുട്ടേ നിൽക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവർ മൗനമായി പ്രാർത്ഥിക്കട്ടെ. ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ